നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെയും ശിക്ഷ വിധിച്ച് കോടതി. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിധിച്ചിട്ടുള്ളത്. ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഐടി ആക്ട് പ്രകാരം 5 വർഷത്തെ അധിക ശിക്ഷയുമുണ്ട്. ഈ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. 1.5 മണിക്കൂർ നീണ്ട വാദം കേൾക്കലിന് ശേഷമാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ച് എല്ലാ പ്രതികളും 40 വയസ്സിന് താഴെയാണ്. ഇതും ഇവരെ ആശ്രയിക്കുന്ന കുടുംബവും പരിഗണിച്ചാണ് വിധിയെന്നും കോടതി വ്യക്തമാക്കി. തന്റെ വീട്ടിൽ പ്രായമായ അമ്മ മാത്രമേയുള്ളൂ, അതിനാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കണമെന്നാണ് പൾസർ സുനി കോടതിയോട് ആവശ്യപ്പെട്ടത്. രണ്ടാം പ്രതി മാർട്ടിൻ കോടതിയിൽ കരഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്നാണ് മാർട്ടിൻ ആവർത്തിച്ചത്. ചെയ്യാത്ത തെറ്റിന് 5.5 വർഷം ജയിലിൽ കഴിഞ്ഞു. തന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലുമില്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള അച്ഛനും അമ്മയുമുണ്ട്. താൻ ജോലിക്ക് പോയിട്ട് വേണം കുടുംബം നോക്കാനെന്നും മാർട്ടിൻ പറഞ്ഞു. മാർട്ടിൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് മൂന്നാം പ്രതി മണികണ്ഠനും പറഞ്ഞത്. തനിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ല എന്നും ഇയാൾ പറഞ്ഞു. 9 വയസ്സുള്ള മകളും 1 വയസ്സുള്ള മകനുമുണ്ടെന്നും ഇയാൾ വ്യക്തമാക്കി. തനിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും നാട് തലശ്ശേരി ആയതിനാൽ കണ്ണൂർ ജയിലിലേക്ക് മാറ്റണമെന്നുമാണ് നാലാം പ്രതി വിജീഷ് കോടതിയിൽ പറഞ്ഞത്. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് 5-ാം പ്രതി സലീം പറയുന്നത്. തനിക്ക് ഭാര്യയും മകളുമുണ്ട്, അവർക്ക് മറ്റാരുമില്ല എന്നും സലീം പറഞ്ഞു. 6-ാം പ്രതി പ്രദീപും ഇത്തരത്തിൽ കുടുംബത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രദീപും കോടതിയിൽ കരഞ്ഞു. പൾസർ സുനി അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ പീഡിപ്പിച്ചത് പൾസർ സുനി മാത്രമല്ലേ, അപ്പോൾ മറ്റു പ്രതികൾക്കും അതേ ശിക്ഷ തന്നെ എങ്ങനെ നൽകും? കുറ്റത്തിലെ പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ നൽകേണ്ടതെന്നും കോടതി ചോദിച്ചു. എല്ലാവരും ഒരേ രീതിയിൽ കുറ്റത്തിന്റെ ഭാഗമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ 7.5 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. നിർഭയ കേസിന് സമാനമായ രീതിയിലല്ല ഈ കേസ്, അതിനാൽ ശിക്ഷ കുറയ്ക്കണമെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ സുനി ഗൗരവകരമായ കുറ്റമാണ് ചെയ്തതെന്ന് കോടതി വ്യക്തമാക്കി. അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം, ഒരു സ്ത്രീയുടെ അന്തസ്സിന്റെ കാര്യമാണിതെന്നും കോടതി വ്യക്തമാക്കി. സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലവും കോടതി പരിശോധിച്ചു. പെരുമ്പാവൂർ വെങ്ങൂർ നെടുവിലേക്കുടിയിൽ NS സുനിൽകുമാർ എന്ന പൾസർ സുനി 37 വയസ്സ്, തൃശൂർ കൊരട്ടി പുതുശ്ശേരി ഹൗസിൽ മാർട്ടിൻ ആന്റണി 33 വയസ്സ്, എറണാകുളം തമ്മനം മണപ്പാട്ടിപ്പറമ്പിൽ B മണികണ്ഠൻ 37 വയസ്സ്, തലശ്ശേരി കതിരൂർ മംഗലശ്ശേരിയിൽ VP വിജീഷ് 38 വയസ്സ്, എറണാകുളം ഇടപ്പള്ളി പള്ളിക്കാപ്പറമ്പിൽ H സലീം, വടിവാൾ സലീം എന്ന് പറയുന്ന 30 വയസ്സ്, തിരുവല്ല പഴനിലയത്തിൽ പ്രദീപ് 31 വയസ്സ് എന്നിവരാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. 8-ാം പ്രതിയായിട്ടുള്ള ദിലീപ് അടക്കം 4 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. കൂട്ടബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, IT ആക്ട് 66, 67, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. പൾസർ സുനിക്കെതിരെ ചുമത്തിയ ഭീഷണി കുറ്റം നീക്കിയിരുന്നു. 2 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതിനുള്ള വകുപ്പ് നിലനിൽക്കും. സിം കാർഡ് നശിപ്പിച്ചതിന് 2-ാം പ്രതി മാർട്ടിനെതിരെ തെളിവ് നശിപ്പിക്കൽ കുറ്റം കൂടി ചുമത്തിയിരുന്നു.